ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് ആണ്. ലൈവിൽ ബിഗ് ബോസ് അനുമോളെ കൺഫഷൻ റൂമിൽ വിളിച്ചിട്ട് നല്ല രീതിക്ക് സംസാരിക്കുന്നുണ്ട്. എന്തെങ്കിലും വിഷമമുണ്ടോ അനുമോളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അനുമോളാണെങ്കിൽ ആദ്യം പറയാനായിട്ട് താല്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, ഓക്കെയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, എന്താണ് ഇങ്ങനെ ഡൗൺ ആയിരിക്കുന്നത്, ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ, എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. അപ്പോൾ ബിഗ് ബോസിൻ്റെ അടുത്ത് അനുമോൾ പറയുന്നുണ്ട്, ഇന്നലത്തെ ആ കാര്യം തന്നെയാണ്, ആദില നൂറിയായിട്ടുള്ള ആ പ്രശ്നം തന്നെയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ബിഗ് ബോസിനോട് അനുമോൾ ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസ് ഞാനിവിടെ പി ആറിൻ്റെ ബലത്തിൽ മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത് എന്ന് എൻ്റെ ഒറ്റ സുഹൃത്തുക്കൾ പോലും അങ്ങനെ പറഞ്ഞു. അത് ശരിയാണോ ബിഗ് ബോസ്, അത് മാത്രം എനിക്ക് അറിയണം, ബിഗ് ബോസ് തന്നെ പറയൂ എന്നിങ്ങനെ പറയുമ്പോൾ ബിഗ് ബോസ് മറുപടി കൊടുക്കുന്നത് പ്രേക്ഷകരുടെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുമ്പോൾ അനുമോൾക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ അനുമോൾ തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഈ ഒരു കാര്യം അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്, എൻ്റെ മനസ്സിലുള്ള ആ ഒരു ഭാരം ഇപ്പോൾ ഇറക്കി വെച്ച പോലെ ഉണ്ട്, ഒരുപാട് നന്ദിയുണ്ട് ബിഗ് ബോസിനോട്, താങ്ക് യു ബിഗ് ബോസ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ അത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ബിഗ് ബോസ് തന്നെ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്, ഇത്രയും നാൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകരെ നമ്മൾ മറക്കാൻ പാടില്ല, അവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മളിവിടെ നിൽക്കുന്നത്, അതുകൊണ്ട് അവരെ മറന്ന് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിക്ക് ബിഗ് ബോസ് പറയുന്നുണ്ട്. അതായത് കുറച്ചുകൂടി ആക്റ്റീവ് ആകണം അനുമോൾ എന്നുള്ള രീതിക്കാണ് ബിഗ് ബോസ് അനുമോൾക്ക് ഉപദേശം കൊടുക്കുന്നത്. ശരിക്കും ഭയങ്കര ഡൗൺ ആയിട്ടോ, ലൈവ് പോലും ഇപ്പോൾ ആദില നൂറ ഇവരുടെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്, കിച്ചൺ കാണിക്കുന്നത്. അനുമോൾ സൈലൻ്റ് ആയപ്പോൾ വീട് മൊത്തം ഒന്ന് സൈലൻ്റ് ആയ പോലെയാണ്, ഒരു അനക്കമില്ല, ഒരു എന്താ പറയുക, ഉറക്കം തൂങ്ങിയ പോലെ ഉണ്ട് ലൈവ് കാണുമ്പോഴൊക്കെ. ശരിക്കും അനുമോളൊന്ന് ആക്റ്റീവ് ആയാലേ ഇനിയുള്ള ദിവസങ്ങളിൽ ശരിയാകുള്ളൂ എന്ന് എനിക്കും തോന്നി. അപ്പോൾ ഇങ്ങനെ ഡൗൺ ആയിരുന്നിട്ട് കാര്യമില്ല, ഇപ്പോൾ ആ ഒരു കൺഫഷൻ റൂമിൽ പോയി പറഞ്ഞ ഉപദേശം കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം അനുമോളിപ്പോൾ അവിടുന്ന് റൂമിലേക്കൊന്നും പോയി നിൽക്കുന്നില്ല, എല്ലാവരും ഇങ്ങനെ നടന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ബിഗ് ബോസ് ഈ ഒരു സമയത്ത് അനുമോൾക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്തത് എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഒരാൾ നമ്മളെ തളർത്തുമ്പോൾ നമ്മൾ അവരുടെ മുന്നിൽ ഇങ്ങനെ നമ്മളും ഡൗണായി നിന്ന് കാണുമ്പോൾ അത് അവരുടെ വിജയമാണ്, അല്ലെ, എതിരെ നിൽക്കുന്നവരുടെ വിജയമാണ്. അപ്പോൾ നമ്മൾ എന്താണ് വേണ്ടത്, കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ഞാൻ തളരില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ മുൻപോട്ട് പോകണം. അതാണ് അനുമോൾക്കിപ്പോൾ ചെയ്യേണ്ട ഒരു സാഹചര്യം.